ഉറപ്പുവരുത്തൂ VKC മുദ്ര ചെരുപ്പിലും പാക്കിലും. VKC Pride. Celebrate hard work. സമാധാന ചർച്ചകൾക്കിടയിലും യുക്രൈനിൽ ആക്രമണം തുടർന്ന് റഷ്യ. ബെലാറൂസിലെ സമാധാന ചർച്ചകൾക്ക് ശേഷവും ആക്രമണത്തിൽ നിന്ന് റഷ്യ ഒരടി പോലും പിന്നോട്ട് പോയിട്ടില്ലെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് യുക്രൈനിൽ നിന്ന് പുറത്തുവരുന്നത്. 6ാം ദിവസവും ശക്തമായ ആക്രമണമാണ് റഷ്യ യുക്രൈനിൽ നടത്തുന്നത്. കീവിൽ റഷ്യൻ സൈന്യം പോരാട്ടം കടുപ്പിച്ചതായി യുക്രൈൻ തന്നെ സ്ഥിരീകരിച്ചു. കീവിനടുത്തുള്ള ബ്രോവറിയിലും വ്യോമാക്രമണമുണ്ടായി. ഖാർക്കീവിൽ ഷെല്ലാക്രമണം തുടരുകയാണ്. ഇന്നലെ നടന്ന വ്യോമാക്രമണത്തിൽ കുട്ടികളടക്കം 9 പേരാണ് ഖാർക്കീവിൽ കൊല്ലപ്പെട്ടത്. യുദ്ധഭൂമിയായി മാറിയ യുക്രൈനിൽ നിന്നുള്ള ജനങ്ങളുടെ പലായനം തുടരുകയാണ്. 5,20,000 പേർ പലായനം ചെയ്തു കഴിഞ്ഞെന്ന് ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കി. അന്താരാഷ്ട്ര സമൂഹം റഷ്യയ്ക്ക് മേൽ നടപടി കടുപ്പിക്കുകയാണ്. റഷ്യയുടെ UN പ്രതിനിധികളെ അമേരിക്ക പുറത്താക്കി. റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി കാനഡ നിർത്തി. യുദ്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനോട് ആവശ്യപ്പെട്ടു. അതേസമയം യുക്രൈൻ റഷ്യ വിഷയത്തിൽ UN പൊതുസഭയിൽ ഇന്ത്യ നിലപാടറിയിച്ചു. പ്രശ്നങ്ങൾ നയതന്ത്ര ഇടപെടലുകളിലൂടെ പരിഹരിക്കണമെന്നാണ് ഇന്ത്യ ആവശ്യപ്പെട്ടത്. വിശദാംശങ്ങളുമായി ആദ്യം PP ജെയിംസ് 24 എഡിറ്റർ ഇൻചാർജ് ആണ് ചേരുന്നത്. PP ജെയിംസ്, ഇന്നലെ ചർച്ചകൾ നടന്നു, ഇന്ന് ആക്രമണം തുടരുകയും ചെയ്യുന്നു. വീണ്ടും ചർച്ചകൾ ഉണ്ടാകുമെന്ന് പറയുമ്പോഴും റഷ്യ എന്താണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്? PP ജെയിംസ്. ഉന്മേഷ്, ടോം, ഇത് ഒരു കാര്യം റഷ്യ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡോൺബാസ് ആക്രമിക്കപ്പെട്ടതിൻ്റെ പേരിൽ ഡോൺബാസിലെ റഷ്യൻ വംശജരായ ആളുകളുടെ പേരിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ ഉക്രൈനെ കീഴടക്കുക ഞങ്ങളുടെ ലക്ഷ്യമല്ല എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ ഒരു വളരെ വ്യക്തമായിട്ടൊരു കാര്യമുണ്ട്. ഉക്രൈനെ റഷ്യയുടെ ഭാഗമായി ചേർക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം പറയാതെ പറഞ്ഞിട്ടുണ്ട്, ഉക്രൈനിൽ റഷ്യയെ അനുകൂലിക്കുന്ന ഭരണകൂടം വരണം എന്ന് വെച്ചാൽ വ്ളാഡിമിർ സെലൻസ്കി പുറത്താവണം. അതിനുവേണ്ടിയുള്ള പോരാട്ടമാണ് ഞങ്ങൾ നടത്തുന്നത്. ഇതിൻ്റെ ഭാഗമാണ് 2 പ്രധാനപ്പെട്ട നഗരങ്ങൾ ഇപ്പോൾ അവർ ലക്ഷ്യം വെക്കുന്നു. മറ്റു പല നഗരങ്ങളുണ്ട്, കേഴ്സനും മറ്റു ഒഡേസയൊക്കെ അടക്കം. പക്ഷേ പ്രധാന നഗരങ്ങൾ തലസ്ഥാനമായിട്ടുള്ള കീവും അതുപോലെ തന്നെ ഖാർക്കീവുമാണ്. 2ാമത്തെ നഗരമായ ഖാർക്കീവുമാണ്. കീവിലേക്ക് 40 മൈൽ നീളമുള്ള ഏതാണ്ട് 60 കിലോമീറ്ററിലേറെ നീളത്തിൽ കോൺവോയ് ആയി കവചിത വാഹനങ്ങൾ റഷ്യയുടെ സേന കൊണ്ടുവരുന്നു. സ്വാഭാവികമായിട്ട് ഇതൊരു വലിയ പോരാട്ടത്തിനുള്ള വരവാണ് എന്ന് മാത്രമല്ല, വ്യോമാക്രമണം ശക്തിപ്പെട്ടിരിക്കുന്നു. ഖാർക്കീവിൽ നടന്നിട്ടുള്ള ആക്രമണത്തിൽ 9 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്, 3 കുട്ടികളാണ്. ഈ യുദ്ധത്തിൻ്റെ ഏറ്റവും ദയനീയ മുഖം, ഏതാണ്ട് 30-ലേറെ കുട്ടികൾ ഔദ്യോഗിക കണക്കനുസരിച്ച് കൊല്ലപ്പെട്ടിരിക്കുന്നു. ഉക്രൈൻകാർ തന്നെ സാധാരണക്കാർ കൊല്ലപ്പെട്ടത് 400ഓളം വരും. സൈനികർ കൊല്ലപ്പെടുന്നുണ്ട്. അതുപോലെ ഉക്രൈൻ അവകാശപ്പെടുന്നത് റഷ്യക്കാരായിട്ടുള്ള റഷ്യൻ സേനയുടെ 5300 പേരെ വധിച്ചുവെന്നാണ്. എന്തായാലും അന്താരാഷ്ട്ര കണക്കുകൾ പലതും ഇതിനേക്കാൾ വളരെ കൂടുതലാണ്. പക്ഷേ അതുപോലെ തന്നെ യുദ്ധത്തിൻ്റെ ഏറ്റവും ദുരിതപൂർണമായിട്ടൊരു മുഖം ഉന്മേഷ്, ഇപ്പോൾ തന്നെ ഔദ്യോഗിക കണക്കനുസരിച്ച് 5,20,000 പേർ അയൽ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തിരിക്കുന്നു. ഇനിയും അത് കൂടിക്കൊണ്ടിരിക്കും. യുദ്ധം തുടർന്നാൽ 50 ലക്ഷം മുതൽ 70 ലക്ഷം വരെ ജനങ്ങൾ പലായനം ചെയ്യുമെന്നാണ് കണക്ക് കൂട്ടിയിട്ടുള്ളത്. ഇതൊക്കെ നൽകുന്ന ചിത്രം യുദ്ധത്തിൻ്റെ വളരെ പ്രശ്ന സങ്കീർണമായ വശമാണ്. ഇതിനിടയിലാണ് ഐക്യരാഷ്ട്ര സഭയുടെ പൊതു അസംബ്ലി 40 വർഷത്തിന് ശേഷം അടിയന്തരമായ യോഗം ചേരുന്നത്. അവിടെ ഏതാണ്ട് 100-ലേറെ രാജ്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു. ഇനിയും നീണ്ടുകൊണ്ടിരിക്കുകയാണ്. 12 മണിക്കൂറിലേറെ നീണ്ട സമ്മേളനത്തിൽ പൊതുവികാരം റഷ്യക്കെതിരാണ്. പക്ഷേ യുദ്ധത്തിന് മുൻപ് വരെ റഷ്യയുടെ അവകാശവാദങ്ങളിൽ കാര്യമായിട്ടുള്ള കഴമ്പുണ്ടെന്ന് ലോകവേദിയിൽ പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് നാറ്റോ, സോവിയറ്റ് യൂണിയൻ്റെ പഴയ റിപ്പബ്ലിക്കുകൾ 15 അവരുടെ ഭാഗമാക്കി. ഇനി ഉക്രൈനും ബെലാറസും മാത്രമാണ് അവശേഷിക്കുന്നത്. ബെലാറസ് റഷ്യയുടെ കൂടിയാണ്. ഉക്രൈൻ കൂടി വിട്ടുപോകാൻ റഷ്യക്ക് കഴിയില്ല. റഷ്യക്ക് സുരക്ഷിത പ്രശ്നങ്ങളുണ്ട്. പുടിൻ ഒരുപക്ഷെ പഴയ സോവിയറ്റ് യൂണിയൻ്റെ വലിയൊരു സാമ്രാജ്യത്വ ശക്തിയുടെ ഓർമ്മകൾ ഉണർത്തിക്കൊണ്ടാണ് ഒരു യുദ്ധം നയിച്ചത്. ആദ്യത്തെ 2 ദിവസങ്ങളിൽ പുടിനായിരുന്നു നായകൻ. വലിയ രീതിയിൽ കീവ് വീഴുന്നു അല്ലെങ്കിൽ ഉക്രൈൻ വീഴുന്നു എന്നുള്ള രീതിയിലുള്ള പ്രചരണം ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് 10,000-കണക്കിന് ഉക്രൈനിലെ ജനങ്ങൾ തോക്കെടുത്ത് പോരാടാൻ തുടങ്ങിയതോടെ ഈ മുന്നേറ്റം തടസ്സപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് അസോൾട്ട് വരികയാണ്. ഇനി അടുത്ത ഒരാഴ്ച എന്ന് പറയുന്നത് ഒരുപാട് രക്തച്ചൊരിച്ചിലുണ്ടാവുമെന്നാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വിലയിരുത്തലുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് അമേരിക്ക 12 റഷ്യൻ ഡിപ്ലോമാറ്റുകളെ, നയതന്ത്ര പ്രതിനിധികളെ പുറത്താക്കിയിരിക്കുന്നു ന്യൂയോർക്കിൽ. പ്രത്യേകിച്ച് ന്യൂയോർക്കിലെ
അന്താരാഷ്ട്ര വേദിയിൽ ഐക്യരാഷ്ട്രസഭയിൽ റഷ്യയുടെ പ്രതിനിധികളാണ് ഇവർ ചാരപ്രവർത്തനം നടത്തിയെന്ന് പറഞ്ഞാണ് അമേരിക്ക അവരെ പുറത്താക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ കാനഡയും ജപ്പാനും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഓരോ തരത്തിൽ നടപടിയെടുക്കുന്നുണ്ട്. ഉക്രൈനിലേക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായം ചെയ്യുന്നുണ്ട്. 50 മില്യൺ ഡോളറാണ് ഓസ്ട്രേലിയൻ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് ഏതാണ്ട് ആയിരക്കണക്കിന് കോടിയുടെ അടുത്ത് വരുന്ന സഹായം പല രാജ്യങ്ങളിൽ നിന്നായി പ്രഖ്യാപിക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു തരത്തിൽ ഉക്രൈന് പോരാട്ടത്തിനുള്ള വേദികളാണ് ഉണർത്തുന്നത്. പക്ഷേ റഷ്യ അവകാശപ്പെടുന്നത് അടുത്ത ഒരാഴ്ചക്കുള്ളിൽ ഇവർ വീഴും, ഞങ്ങൾ ഭരണം പിടിച്ചെടുക്കും എന്നുള്ളൊരു വാദമാണ് ഉയർത്തുന്നത്. ഇനി എന്ത് തരത്തിൽ അവിടെ ഉക്രൈൻ വീണാലും 91% പിന്തുണയുള്ള സെലൻസ്കിയുടെ സർക്കാരിനും അവരുടെ ഭരണകൂടത്തിനും പാരലായിട്ടുള്ള ഭരണം നടത്താൻ കഴിയും. ഒളിപ്പോരുണ്ടാവും. ഒളിപ്പോരിന് പാശ്ചാത്യ രാജ്യങ്ങൾ, യൂറോപ്പ്, അമേരിക്ക സഹായം കൊടുക്കും. ഒരുപക്ഷെ അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും ഒക്കെ സിറിയയിലൊക്കെ സംഭവിച്ച പോലെ ഉക്രൈനും ഒരു ഒളിപ്പോരാട്ടത്തിൻ്റെ വേദിയായി മാറും എന്നുള്ളത് കൂടിയാണ് നാം അറിയേണ്ടത്. പി ജെയിംസ് അങ്ങ് സൂചിപ്പിക്കുന്നത് പോലെ, കാരണം ഒരു വശത്ത് ചർച്ചകൾ നടക്കുന്നു, മറുവശത്ത് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ റഷ്യ ഒറ്റപ്പെടുന്ന സാഹചര്യവും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ റഷ്യ ആക്രമണവുമായി തുടർച്ചയായി ആക്രമണം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യമാണല്ലോ ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ. പക്ഷേ ഇന്നലെ കീവിൽ സ്ഥിതി അല്പം ശാന്തമായിരുന്നു. കീവില് അവിടുത്തെ കർഫ്യൂ പിൻവലിച്ചിരുന്നു. പക്ഷേ നിലവിൽ കീവിന്റെ അവസ്ഥ എന്താണ്? കാരണം മറ്റ് ഖർക്കീവ് അടക്കമുള്ള മറ്റ് നഗരങ്ങളിൽ റഷ്യയുടെ ആക്രമണം അതിശക്തമായി തുടരുന്നുണ്ട്. കീവിലെ, അതായത് ഈ യുക്രൈന്റെ തലസ്ഥാനമായിട്ടുള്ള പ്രധാനപ്പെട്ട നഗരമായിട്ടുള്ള ഈ കീവിൽ ഇപ്പോഴും പോരാട്ടങ്ങൾ തുടരുകയാണോ? ടോം, ഒരു കാര്യം വളരെ വ്യക്തമാണല്ലോ. കാരണം ഒരാഴ്ച വരെ അവിടെ കർഫ്യൂ ആയിരുന്നു, ബങ്കറുകളിലായിരുന്നു അവിടുത്തെ 30 ലക്ഷം ജനങ്ങൾ കഴിഞ്ഞിരുന്നത്. പക്ഷേ ഇന്നലെ രാവിലെ കർഫ്യൂവിൽ ഇളവ് വരുത്തിയിരുന്നു. റഷ്യ കൂടി അക്കാര്യത്തിൽ സൂചനകൾ നൽകിയിരുന്നു, ഞങ്ങൾ ആക്രമിക്കില്ലെന്ന്. ഇന്ത്യൻ വിദ്യാർത്ഥികൾ അവിടെ നിന്ന് തന്നെ ഏതാണ്ട് 700-800 വിദ്യാർത്ഥികളാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ മറ്റു രാജ്യങ്ങളിലേക്ക് ട്രെയിൻ കയറിയത്. ഇന്ത്യയുടെ വിദ്യാർത്ഥികൾ ഇന്നലെ മാത്രം 1000-ലേറെ വിദ്യാർത്ഥികൾ മറ്റു രാജ്യങ്ങളുടെ അതിർത്തികളിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇനിയും നേരത്തെ പറഞ്ഞിരുന്നത് 2500 വിദ്യാർത്ഥികളുടെ, മലയാളി വിദ്യാർത്ഥികളുടെ കഥയാണ്. പക്ഷേ ഇനിയും 2000-ലേറെ ആൾക്കാർ വരാനുണ്ടെന്നാണ് ഇപ്പോൾ അനൗദ്യോഗിക കണക്കുകൾ കാണിക്കുന്നത്. ഇന്ത്യക്കാരായിട്ടുള്ള 14,000 പേര് ഇനിയും വരാനുള്ളതായിട്ട് റിപ്പോർട്ടുകൾ പറയുന്നു. എന്തായാലും ഇന്ത്യയുടെ 4 കേന്ദ്രമന്ത്രിമാർ അതിർത്തികൾ എത്തുന്നുണ്ട്. വലിയ രീതിയിൽ ഇന്ത്യ രക്ഷാദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഓപ്പറേഷൻ ഗംഗ. പക്ഷെ അതിനിടയിലും ഒരുപാട് അലോസരപ്പെടുത്തുന്ന വാർത്തകൾ വരുന്നു. പ്രത്യേകിച്ച് പോളണ്ട്, റൊമാനിയ, സ്ലോവാക്യ, മോൾഡോവ തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ കുറച്ചും കൂടി ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് എത്താൻ പറ്റുന്നുണ്ട്. പക്ഷേ റഷ്യൻ അതിർത്തിയിൽ കഴിയുന്ന സുമി യൂണിവേഴ്സിറ്റി അടക്കമുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റികളെ സ്റ്റുഡൻസിനെ അവർക്ക് ആയിരക്കണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്താൽ മാത്രമേ ഈ പറഞ്ഞ രാജ്യങ്ങളിലേക്ക് എത്താൻ പറ്റുള്ളൂ. അവരുടെ അതിർത്തി റഷ്യയാണ്. പക്ഷേ റഷ്യയിലേക്ക് കടക്കാൻ ഇതുവരെ അനുമതിയില്ല, എളുപ്പവുമല്ല. ഒരു ഭാഗത്ത് ഉക്രൈൻ സേന, അവരൊരിക്കലും അത് റഷ്യൻ അതിർത്തിയിലേക്ക് കടത്തിവിടില്ല. ഉക്രൈനിൽ നിന്ന് വരുന്നവർ റഷ്യയും സ്വീകരിക്കില്ല. ഇന്ത്യ അതിന് ശ്രമിച്ചു, പക്ഷെ അത് വിജയിച്ചിട്ടില്ല. നമ്മൾ ഇറാഖിൽ നിന്ന് നഴ്സുമാരെ കൊണ്ടുവന്ന അവസ്ഥയാണ്. 2 ശത്രുക്കളായിട്ടുള്ള ആൾക്കാരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യണം, അതത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ റഷ്യൻ ഭാഗത്തുള്ള നമ്മുടെ വിദ്യാർത്ഥികൾ, ഇന്ത്യൻ വിദ്യാർത്ഥികൾ, മലയാളി വിദ്യാർത്ഥികൾ വല്ലാത്ത ദുരിതത്തിലാണ്. അവർ ഒരാഴ്ചയായിട്ട് ബങ്കറുകളിൽ കഴിയുന്നു. വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നു. പ്രത്യേകിച്ച് ആ ഭാഗത്തുള്ള സ്ഥലങ്ങളിലൊക്കെ റഷ്യൻ സേന വലിയ രീതിയിൽ മുന്നേറുകയാണ്. പിന്നെ റഷ്യയെ നമ്മൾ കുറച്ച് കാണേണ്ട കാര്യമില്ല. ലോകത്തിലെ 2ാമത്തെ സൈനിക ശക്തിയാണ്. 11.5 ലക്ഷം സൈന്യമുണ്ട്. ഇവിടെയുള്ളത് 2.5 ലക്ഷമാണ്. റഷ്യയെ എല്ലാവരും കുടുക്കിയാലും റഷ്യ കാണുന്നൊരു ബദല് ചൈനയാണ്. അമേരിക്കയോടും യൂറോപ്പിനോടും തായ്വാന്റെ പേരിൽ വലിയ രീതിയിൽ ദക്ഷിണ ചൈനക്കടലിൽ പൊരുതിക്കൊണ്ടിരിക്കുന്ന ചൈന റഷ്യ ബാന്ധവം, അത് പാശ്ചാത്യ രാജ്യങ്ങൾ അമേരിക്കയെ വലിയ തരത്തിൽ തലവേദന ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ഒരു കൂട്ടുകെട്ട് വരുന്നത്, അതിനെ അനുകൂലിച്ച് പാകിസ്ഥാൻ, ഇറാൻ, ടർക്കി തുടങ്ങിയ രാജ്യങ്ങളൊക്കെ രംഗത്ത് വന്നാൽ സ്വാഭാവികമായിട്ടൊരു ബദൽ സംവിധാനം ഉണ്ടാവുന്നു. ഭൂരിപക്ഷം രാജ്യങ്ങൾ അപ്പുറത്താണെങ്കിലും. അതുകൊണ്ട് തന്നെ പുട്ടിൻ്റെ തന്ത്രങ്ങളെ വില കുറച്ച് കാണേണ്ടതില്ല. പക്ഷേ ഒരു രാജ്യത്തെ, പരമാധികാര രാജ്യത്തെ ഒരു രാജ്യം ആക്രമിക്കുമ്പോൾ ലോക മനസാക്ഷി എപ്പോഴും ആക്രമിക്കപ്പെടുന്ന ഇരയുടെ പക്ഷത്തായിരിക്കും. അതുമാത്രമാണ് ഉക്രൈൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. പുട്ടിൻ ഒരുപക്ഷെ റഷ്യയുടെ ചരിത്രത്തിൽ പഴയ സോവിയറ്റ് യൂണിയനിൻ്റെ പ്രതാപകാലത്തിന് ശേഷം വരുന്ന ഏറ്റവും ശക്തനായ നേതാവാണ്. അതുകൊണ്ട് പുട്ടിനെ ഒരു തരത്തിലും കുറച്ച് കാണാൻ കഴിയില്ല, പ്രത്യേകിച്ച് അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും മേധാവിത്വത്തെ ചോദ്യം ചെയ്ത അവസ്ഥയിൽ.
പി ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ രാധാകൃഷ്ണൻ കൂടി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ഇന്ത്യയുടെ രക്ഷാദൌത്യം എങ്ങനെ പുരോഗമിക്കുന്നു എന്ന് പരിശോധിക്കാം. യുക്രൈനിൽ കുടുങ്ങിക്കിടന്ന വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കാനുള്ള ഓപ്പറേഷൻ ഗംഗ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 1000-ഓളം വിദ്യാർത്ഥികളെ യുക്രൈൻ അതിർത്തിയിലേക്ക് എത്തിച്ചു എന്നാണ് ഇന്ത്യൻ എംബസി വ്യക്തമാക്കിയിരിക്കുന്നത്. കീവിൽ കുടുങ്ങിക്കിടന്ന വിദ്യാർത്ഥികളാണ് ഇപ്പോൾ അതിർത്തിയിൽ എത്തിയത്. അതേസമയം ഓപ്പറേഷൻ ഗംഗയുടെ ഭാഗമായി 7ാമത്തെ വിമാനം മുംബൈയിലെത്തി. ബുക്കാറസ്റ്റിൽ നിന്നും 182 യാത്രക്കാരുമായാണ് വിമാനം എത്തിയത്. അതിനിടെ യുക്രൈനിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ വിദേശ സന്ദർശനം മാറ്റി. ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത് ഇന്ത്യൻ പൗരന്മാരുടെ മടക്കത്തിനാണെന്ന് രാഷ്ട്രപതി ഭവൻ അറിയിച്ചു. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ വായിച്ചിരുന്നു. രാധാകൃഷ്ണൻ, കേന്ദ്രമന്ത്രിമാരടക്കം ഇന്നലെ രാജ്യങ്ങളുടെ ചുമതലകൾ നിശ്ചയിച്ച് അവിടേക്ക് പോകുമെന്ന് അറിയിച്ചിരുന്നു. അവർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടോ? എങ്ങനെയാണ് ഇപ്പോൾ രക്ഷാദൌത്യം പുരോഗമിക്കുന്നത്? ഉന്മേഷ്, രക്ഷാദൗത്യം കൂടുതൽ വേഗത്തിലാക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് ഇന്ന് മുതൽ ആരംഭിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ രേഖകളില്ലാത്ത ഇന്ത്യൻ പൗരന്മാർക്ക്, വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് അതിർത്തികളിൽ താൽക്കാലിക പാസ്പോർട്ടുകൾ അടക്കം ലഭ്യമാക്കുക എന്നുള്ളതാണ്. കൂടുതൽ ഉദ്യോഗസ്ഥരെ, ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഇരട്ടി ഉദ്യോഗസ്ഥരെ ഇപ്പോൾ അതിർത്തികളിൽ നിയോഗിച്ചിട്ടുണ്ട്. ഇതടക്കമുള്ള നടപടികൾ വഴി കൂടുതൽ വേഗത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുവാനാണ് വിദേശകാര്യ മന്ത്രാലയം ശ്രമിക്കുന്നത്. ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം, കീവിൽ നിന്നുള്ള 1000-ഓളം പേരെ നമുക്ക് അതിർത്തികളിലേക്ക് എത്തിക്കാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വരും ദിവസങ്ങളിലും ഇതിന് സമാനമായിട്ട് കൂടുതൽ ആളുകളെ അതിർത്തി മേഖലകളിലേക്ക് എത്തിച്ചു കൊണ്ടുവരാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ ചില പരാതികൾ ഈ വിദ്യാർത്ഥികൾക്കിടയിൽ നിന്ന് ഉയർന്നു കേട്ടിരുന്നു. ആ പരാതികൾ പരിഹരിക്കുന്നതിനാണ് ഇപ്പോൾ വലിയ പ്രാധാന്യം നൽകുന്നത്. ഇന്നലെ നടന്ന ഉന്നതതല യോഗത്തിൽ പ്രധാനമന്ത്രി അവിടെയുള്ള വിദ്യാർത്ഥികളുടെ ഇപ്പോഴത്തെ അവസ്ഥ സംബന്ധിച്ച് തനിക്കുള്ള ആശങ്ക അറിയിച്ചിരുന്നു. വളരെ വേഗത്തിൽ ഇക്കാര്യങ്ങളെല്ലാം നടപ്പാക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തണം, അത് നെഗോഷിയേറ്റ് ചെയ്യാനുള്ളവരുമായി സംസാരിക്കണം എന്നതടക്കമുള്ള നിർദ്ദേശമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. റഷ്യ വഴി ഈ കീവിലും കാർഗീവിലും ഉള്ളവരെ കൊണ്ടുവരുന്ന കാര്യത്തിൽ നേരത്തെ പി ജെയിംസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും എളുപ്പം ഉള്ള അതിർത്തി റഷ്യയാണ്. അതുകൊണ്ട് റഷ്യ വഴിയുള്ള രക്ഷാദൗത്യം അതിന് ശ്രമം തുടരണം എന്നാണ് ഇപ്പോൾ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ റഷ്യയുടെ അതിർത്തി വഴി കൊണ്ടുവരാനായി ഇന്ത്യക്ക് സാധിക്കും എന്ന് ഇന്ത്യ കരുതുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വ്യോമസേനാ വിമാനങ്ങൾ അടക്കം തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ്. റഷ്യയിൽ നിന്ന് ഈ അനുമതി ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ വ്യോമസേനാ വിമാനങ്ങൾ ഉപയോഗിച്ച് കൂടുതൽ ആളുകളെ വേഗത്തിൽ കൊണ്ടുവരാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇതിനകം ഏതാണ്ട് 3000-നും 4000-നും ഇടയിൽ ആളുകളാണ് ഇന്ത്യക്കാരായിട്ട് അതിർത്തികളിൽ എത്തിയിട്ടുള്ളത്. ബാക്കിയുള്ളവരൊക്കെ വളരെ വേഗത്തിൽ ഇവിടേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ഒക്കെ ഉണ്ടാകണം. ഇതും ഇന്നു മുതൽ ഇതിന്റെ ഭാഗമായിട്ടുള്ള ഇടപെടലുകൾ തുടങ്ങും എന്നാണ് അറിയാനായി സാധിക്കുന്നത്. മന്ത്രിതല സംഘം ഇന്ന് വൈകിട്ടോടു കൂടിയായിരിക്കും ഈ അതിർത്തി മേഖലകളിലേക്ക് എത്തുക. അതിർത്തി മേഖലകളിൽ എത്തുന്ന മന്ത്രിതല സംഘം അവിടെയുള്ള ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന വിധത്തിലുള്ള ഇടപെടലുകൾ നടത്തും. നയതന്ത്ര തലത്തിലുള്ള ഇടപെടലിന് പുറമെ രാഷ്ട്രീയമായിട്ടുള്ള സമ്മർദ്ദം കൂടി ചെലുത്താനാണ് മന്ത്രിമാരുടെ സന്ദർശനം കൊണ്ട് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അറിയേണ്ടത്, കാരണം ഈ പടിഞ്ഞാറൻ യുക്രൈൻ്റെ അതിർത്തിയിൽ ഉള്ളവരെയാണ് ഇതുവരെ എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. ഈ റഷ്യൻ ബോർഡറിൽ, അതായത് കീവ്, ഖർക്കീവ്, സുമി അടക്കമുള്ള നഗരങ്ങളിൽ അവിടെയുള്ള ഇന്ത്യക്കാരുടെ കാര്യം ഇപ്പോഴും പ്രതിസന്ധിയിലാണ്. ഈ പടിഞ്ഞാറൻ മേഖലകളിലേക്ക്, അതായത് ഈ പോളണ്ട്, സ്ലോവാക്യ അടക്കമുള്ള രാജ്യങ്ങളുടെ ബോർഡറിലേക്ക് എത്തണമെങ്കിൽ അത് ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്. കാരണം മണിക്കൂറുകൾ യാത്ര ചെയ്താൽ മാത്രമേ, അത് വാഹന ഗതാഗത സംവിധാനം പോലുമില്ല. ഈ സാഹചര്യത്തിൽ ഈ കീവ്, ഖർക്കീവ് അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നും ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള ഏതെങ്കിലും വിധത്തിലുള്ള സംവിധാനങ്ങൾ, അത്തരം ആലോചനകൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട് ടോം. ഇപ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യം നൽകേണ്ട ഒരു വിഭാഗം ആ മേഖലയാണ് എന്ന് സർക്കാർ കരുതുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കീവിൽ നിന്നും കാർഗീവിൽ നിന്നുമുള്ള ആളുകളെ അതിർത്തികളിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇപ്പോൾ വലിയ പ്രാധാന്യം നൽകുന്നത്. വരും ദിവസങ്ങളിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ സംഘർഷം രൂക്ഷമാകുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കീവിൽ നിന്നും കാർഗീവിൽ നിന്നുമുള്ള ആളുകളെ കൊണ്ടുവരുന്ന കാര്യത്തിൽ വലിയ പ്രശ്നങ്ങൾ നേരിടും. മാത്രമല്ല, അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾക്ക് ഭക്ഷണം കിട്ടാത്ത അടക്കമുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളെ പരിഹരിക്കണം എന്നുണ്ടെങ്കിലും ഇവരെ അതിർത്തികളിലേക്ക് എത്തി മറ്റു രാജ്യങ്ങൾ വഴി ഇന്ത്യയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഇതിനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഇന്നലെ ട്രെയിൻ സർവീസ് അടക്കം കർഫ്യൂവിന്റെ ഭാഗമായി ഇളവ് അനുവദിച്ചിരുന്നെങ്കിൽ ആ മേഖലയിലേക്ക് കൂടുതൽ ഇന്ത്യക്കാർക്ക് എത്തിപ്പെടാനായി ഈ സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നയതന്ത്ര തലത്തിൽ കൂടി ചർച്ചകൾ നടത്തി ഈ മേഖല വഴി, പ്രത്യേകിച്ച് റഷ്യൻ അതിർത്തി വഴി ഇന്ത്യക്കാരെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നത്. അഥവാ അതിന് സാധ്യമാകാത്ത പക്ഷത്തിൽ മറ്റ് അതിർത്തികളിലേക്ക് ബസ് മാർഗം കൂടി എത്തിച്ച് ആളുകളെ വേഗത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ സർക്കാർ ശ്രമിക്കുന്നത്. രാധാകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിലെ അധ്യാപകൻ അറസ്റ്റിൽ. വിദ്യാർത്ഥിനിയുടെ പീഡന പരാതിയിലാണ് തൃശൂർ വെസ്റ്റ് പോലീസിന്റെ നടപടി. അധ്യാപകനെ സുനിൽകുമാറിനെ ഇന്ന് പുലർച്ചെ കണ്ണൂരിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്.
സുഹൃത്തിന്റെ വീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു സുദിഷ ധർമ്മൻ. വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സുദിഷ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഉന്മേഷ്, കഴിഞ്ഞ ദിവസം മുതൽ വിദ്യാർത്ഥികൾ വലിയ പ്രതിഷേധത്തിലായിരുന്നു സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഉണ്ടായിരുന്നത്. 1ാം വർഷ നാടക ബിരുദ വിദ്യാർത്ഥിനിയെ സുനിൽകുമാർ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് പീഡനത്തിനിരയാക്കി എന്നുള്ളതായിരുന്നു പരാതി. സുനിൽകുമാറിനെയാണ് ഇപ്പോൾ തൃശൂർ വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സംഭവത്തിന് ശേഷം സുനിൽകുമാർ ഒളിവിലായിരുന്നു. ഇന്ന് പുലർച്ചെ കണ്ണൂരിൽ നിന്നാണ് സുനിൽകുമാറിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. സുഹൃത്തിന്റെ വീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ഇദ്ദേഹം. തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിലെ വിദ്യാർത്ഥിനിയെ ലൈംഗികമായി പീഡിപ്പിച്ച അധ്യാപകനെ അറസ്റ്റ് ചെയ്യും വരെ സമരം തുടരും എന്ന നിലപാടിലായിരുന്നു വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നത്. ബലാത്സംഗ കുറ്റത്തിന് എഫ്ഐആർ കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് രജിസ്റ്റർ ചെയ്തെങ്കിലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുന്നില്ലെന്ന അടക്കമുള്ള ആരോപണങ്ങൾ വിദ്യാർത്ഥികൾ ഉന്നയിച്ചിരുന്നു. ഒപ്പം തന്നെ യൂണിവേഴ്സിറ്റി സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികളും കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതിനിടെ സുനിൽകുമാർ നേരത്തെയും വിദ്യാർത്ഥിനികളോട് മോശമായി പെരുമാറിയിട്ടുണ്ട് എന്നുള്ള ആരോപണവുമായി നടി ദിവ്യ ഗോപിനാഥ് രംഗത്തെത്തിയിരുന്നു. അദ്ദേഹം വാട്സപ്പിൽ അയച്ചിട്ടുള്ള മെസ്സേജുകൾ ഉൾപ്പെടെ പങ്കുവെച്ചുകൊണ്ടായിരുന്നു അത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചത്. ഒപ്പം WCC ഉൾപ്പെടെ വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ വിഷയം കൂടുതൽ വഷളാവുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ സുനിൽകുമാറിന്റെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. സുധീഷ, നേരത്തെ ഈ അധ്യാപകന്റെ അറസ്റ്റ് വരെയും സമരം തുടരുമെന്നായിരുന്നല്ലോ വിദ്യാർത്ഥികൾ അറിയിച്ചിരുന്നത്. ഇപ്പോഴും അവിടെ സമരം തുടരുന്നുണ്ടോ? എന്താണ് ഈ കോളേജിന് മുന്നിലെ, സ്കൂൾ ഓഫ് ഡ്രാമയ്ക്ക് മുന്നിലെ അവസ്ഥ? ഇന്ന് രാവിലെ അടക്കം വിദ്യാർത്ഥികൾ ഈ പ്രതിഷേധത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്ന് പോലീസ് ഇവരെ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അധ്യാപകനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നേരിൽ കണ്ട് ബോധ്യപ്പെടുത്തിയ ശേഷം മാത്രമാണ് അത്തരത്തിൽ സമരം അവസാനിപ്പിക്കുന്ന തരത്തിലേക്ക് വിദ്യാർത്ഥികൾ ഒരു തീരുമാനത്തിൽ എത്തിയിരുന്നത്. ഇന്നലെയൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു ഇന്ന് രാവിലെ ഉൾപ്പെടെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ പരാതി നൽകിയ വിദ്യാർത്ഥിയെ ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അധ്യാപകനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയ ശേഷം മാത്രമാണ് ഇപ്പോൾ സമരത്തിൽ നിന്ന് പിൻവാങ്ങുന്നതിനായി വിദ്യാർത്ഥികൾ തയ്യാറായിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തെ പിരിച്ചുവിടണം എന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഈ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നുണ്ട്. ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട് ഇനി സമരം തുടരുമോ എന്ന കാര്യത്തിൽ നിലവിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷെ നിലവിലെ സമരം അവർ അവസാനിപ്പിക്കാൻ തയ്യാറായിട്ടുണ്ട് കേട്ടോ. വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് സ്കൂൾ ഓഫ് ഡ്രാമയിലെ അധ്യാപകൻ സുനിൽകുമാർ അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് അറസ്റ്റ്. ഒളിവിൽ പോയ അദ്ദേഹത്തെ കണ്ണൂരിൽ നിന്നാണ് പിടികൂടിയത്. പാചകവാതക വില വീണ്ടും കൂട്ടി. വാണിജ്യ സിലിണ്ടറിന് 106 രൂപയാണ് കൂട്ടിയത്. കൊച്ചിയിൽ 19 കിലോയുള്ള സിലിണ്ടറിന് 2008 രൂപ 50 പൈസയാണ് വില. ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും രാഹുൽ സുരേഷ് ചേരുന്നു. രാഹുൽ, കഴിഞ്ഞ മാസം ഫെബ്രുവരിയിൽ ഈ പാചകവാതക വിലയിൽ 100 രൂപയിലധികം വില കുറവുണ്ടായിരുന്നു, വില കുറച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ മാസം ഈ വില വർധനവ് ഉണ്ടായിരിക്കുന്നു. അതിന്റെ കാരണം എന്തെന്നാണ് വിശദീകരിക്കുന്നത്? ടോമ്, ഒരു മാസ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും പാചകവാതകത്തിന്റെ വില കൂടുന്നത്. കഴിഞ്ഞ ഡിസംബറിലായിരുന്നു പാചകവാതകത്തിന്റെ വില ഇതിനു മുമ്പ് വർദ്ധിപ്പിച്ചത്. 1905 രൂപയായിരുന്ന പാചകവാതകത്തിന്റെ വില അന്ന് 101 രൂപ വർദ്ധിപ്പിച്ചാണ് 2095 രൂപ 50 പൈസയിലെത്തിയത്. അതിനുശേഷം കഴിഞ്ഞ മാസം 192 രൂപ പാചകവാതകത്തിന്റെ വില കുറച്ചിരുന്നു. അങ്ങനെ 1903 രൂപ 50 പൈസയായിരുന്നു. വീണ്ടും ഈ മാസം ഇന്നിപ്പോൾ 105 രൂപ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇതോടെ കൊച്ചിയിൽ 19 കിലോയുള്ള വാണിജ്യ സിലിണ്ടറിന്റെ വില 2008 രൂപ 50 പൈസയായി ഉയർന്നിരിക്കുന്നു. ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറിന് വില മാറ്റമില്ല. 906 രൂപ 50 പൈസയാണ് ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറിന്റെ വില. എന്തൊക്കെയാണെങ്കിലും വാണിജ്യ സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ ഹോട്ടൽ ഉടമകൾ ഉൾപ്പെടെ ഈ ഭക്ഷണത്തിന്റെ വില കൂട്ടണം എന്ന ആവശ്യവുമായി രംഗത്തെത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. കാരണം കോവിഡ് സാഹചര്യത്തിൽ വലിയ നഷ്ടങ്ങൾ സഹിച്ചാണ് ഹോട്ടൽ ഉടമകൾ ഉൾപ്പെടെ മുന്നോട്ട് പോകുന്നത്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഈ വാണിജ്യ സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും കോവിഡ് സാഹചര്യത്തിൽ ഉൾപ്പെടെ ഈ വാണിജ്യ സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ ഹോട്ടൽ ഉടമകൾ ഉൾപ്പെടെ വലിയ ഒരു പ്രശ്നത്തിലേക്ക് മുന്നോട്ട് പോവുകയാണ്. രാഹുൽ സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. പാചകവാതക വിലയിൽ വീണ്ടും വർധനമുണ്ടായിരിക്കുന്നു. തലശ്ശേരി ഹരിദാസൻ വധക്കേസിൽ കൊലയാളി സംഘത്തിൽ ഉൾപ്പെട്ട 3 പേർ പിടിയിലായി. BJP RSS പ്രവർത്തകരായ പ്രജിത്, പ്രതീഷ്, ദിനേശ് എന്നിവരാണ് പിടിയിലായത്. 1-ാം പ്രതി ലിജേഷും കൊലയാളി സംഘാംഗമെന്ന് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. സജോ ദേവസ്വം നൽകും കണ്ണൂരിൽ നിന്നും വിശദാംശങ്ങൾ. സജോ, എപ്പോഴാണ് ഇവരുടെ ഈ പ്രതികൾ, ഈ കൊലയാളി സംഘത്തിൽപ്പെട്ടവർ അവരുടെ കസ്റ്റഡി ഉണ്ടായിരിക്കുന്നത്? മാത്രമല്ല, ഈ കേസിൽ ഇതുവരെയും എത്ര പേരെ കസ്റ്റഡിയിലെടുക്കാൻ, അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്?
സജോ. ടോം, ഇന്നലെ വൈകിട്ട് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത 3 പേരുടെ കൂടിയും അറസ്റ്റ് വൈകാതെ രേഖപ്പെടുത്തും എന്ന് പോലീസ് വ്യക്തമാക്കി കഴിഞ്ഞു. അതായത് ഈ കേസിൽ ആകെയും പിടിയിലായവരുടെ എണ്ണം, അറസ്റ്റ് രേഖപ്പെടുത്തിയവരടക്കം ആകെ ഈ കേസിൽ പിടിയിലായവരുടെ എണ്ണം 7 ആയി മാറിയിട്ടുണ്ട്. നേരത്തെ 4 പേരുടെ അറസ്റ്റ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. ഇതിൽ ഏറ്റവും നിർണായകം ഈ 3 പേരും കൊലയാളി സംഘത്തിൽ ഉൾപ്പെട്ടവരാണ് എന്നാണ് പോലീസ് പറയുന്നത്. 6 സംഘമാണ് തലശ്ശേരിയിലെ CPIM പ്രവർത്തകൻ ഹരിദാസിനെ കൊലപ്പെടുത്താനായി എത്തിയത്. അതിൽ ഉൾപ്പെട്ട 3 പേരെയാണ് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. വൈകാതെ തന്നെ ഇവരെ ചോദ്യം ചെയ്യുന്നത് പുരോഗമിക്കുകയാണ്. വൈകാതെ തന്നെ ഇവരുടെ അറസ്റ്റ് റെക്കോർഡ് ചെയ്യും എന്ന് അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സംഘത്തിൽ 6 സംഘത്തിൽ നേരത്തെ ഗൂഢാലോചന കുറ്റം ചുമത്തിയ BJPയുടെ തലശ്ശേരി മണ്ഡലം പ്രസിഡന്റും നഗരസഭാ കൗൺസിലറും നിലവിൽ കേസിൽ 1-ാം പ്രതിയുമായി ലിജേഷും ഈ കൊലയാളി സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നു എന്നൊരു നിർണായക വിവരം കൂടി അന്വേഷണ സംഘം പങ്കുവയ്ക്കുന്നുണ്ട്. ഈ കൊല ആസൂത്രണം ചെയ്യുകയും സംഘത്തോടൊപ്പം ഈ സ്ഥലത്തേക്ക് പോവുകയും ചെയ്ത ആളിൽ പ്രധാനിയും ലിജേഷാണ് കൊലയാളി സംഘത്തെ ആകെ നയിച്ചതും ഇതിനെല്ലാം ആസൂത്രണം നിർവഹിച്ചതും അവർക്ക് വഴി പറഞ്ഞു നൽകിയതുമെല്ലാം ഇവർ തന്നെയാണ്. എല്ലാവരും കണ്ണൂർ ജില്ലക്കാരായ ആളുകൾ തന്നെയാണ്. പ്രജിത്ത്, പ്രതീഷ്, ദിനേശ് ഇവരാണ് കൊല നടത്തുന്നതിൽ ഏറ്റവും നിർണായക പങ്കുവഹിച്ച ആളുകൾ. അതായത് ഇപ്പോൾ പിടിയിലായിരിക്കുന്ന ആളുകൾ ആണ് എന്നാണ് പോലീസ് പറയുന്നത്. ഇവരെ ചോദ്യം ചെയ്യുകയാണ്. അതേസമയം ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 4 പേരാണ്, ലിജേഷ് അടക്കം 4 പേരാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. മറ്റ് 2 പേർ കൂടിയുണ്ട് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. അവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നു. പക്ഷെ അവരിപ്പോഴും ഒളിവിൽ തുടരുകയാണ്. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിലും ഊർജിതമായി പുരോഗമിക്കുകയാണ്. ഈ കൊലയാളി സംഘാംഗങ്ങളെ കണ്ടെത്തുന്നതിന് വേണ്ടിയും പോലീസ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം 8 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഈ കൃത്യം നിർവഹിക്കപ്പെട്ടതിന് ശേഷം, അതായത് കൊല നടന്നതിന് ശേഷം 8 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. അതിനൊടുവിലാണ് കൊലയാളി സംഘത്തെ അന്വേഷണ സംഘത്തിന് വലയിലാക്കാൻ കഴിഞ്ഞത്. നേരത്തെ ഈ ലിജേഷ് ആസൂത്രകൻ എന്ന നേരത്തെ കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലൊക്കെ ലിജേഷ് ഗൂഢാലോചന കുറ്റമായിരുന്നു ചുമത്തിയിരിക്കുന്നത്. പക്ഷേ ഇതോടുകൂടി ലിജേഷ് കൂടി കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളാണ് എന്നൊരു നിർണായക വിവരം കൂടി അന്വേഷണ സംഘം പങ്കുവയ്ക്കുകയാണ്. ശരി, സജോ ദേവസ്യാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. CPIMന്റെ സംസ്ഥാന സമ്മേളനത്തിന് കൊച്ചിയിൽ തുടക്കമായിരിക്കുന്നു. പ്രതിനിധി സമ്മേളനം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യുകയാണ്. That will decide on the course in which the Indian working class, the working people, the toiling people and the exploiting people will not merely meet the challenge that is being mounted against the people and the country by the current government and their ideological persuasion, but not only meet these challenges but to counter these challenges and mount a counter offensive against this. That is the importance of these conferences and the forthcoming party congress. So EP മുഖ്യമന്ത്രി പിണറായി, മറ്റ് BB അംഗങ്ങൾ, പ്രതിനിധി സഖാക്കളെ, ഈ സമ്മേളനത്തിൽ ഓപ്പൺ സെഷനിൽ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തികൾ, നിരീക്ഷകർ, സുഹൃത്തുക്കളെ, സഖാവ് B രാഘവന്റെ പേരിലുള്ള നഗറിൽ നടക്കുന്ന ഈ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ എനിക്കേറെ അഭിമാനവും സന്തോഷവുമുണ്ട്. രാജ്യം ഏറെ നിർണായകമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് CPIMന്റെ സമ്മേളനം നടക്കുന്നത്. ഈ സമ്മേളനത്തിൻ്റെ തുടർച്ചയിൽ പാർട്ടിയുടെ അഖിലേന്ത്യാ സമ്മേളനവും പാർട്ടി കോൺഗ്രസും കേരളത്തിൽ തന്നെയാണ്, കണ്ണൂരിലാണ് നടക്കുന്നത്. പാർട്ടി ഏപ്രിൽ 6-ാം തീയതി മുതൽ തുടർച്ചയായിട്ടാണ് പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ നടക്കുന്നത്. ഈ കോൺഗ്രസ് ഈ രാജ്യം നേരിടുന്ന വെല്ലുവിളികൾ, തൊഴിലാളി വർഗം നേരിടുന്ന വെല്ലുവിളികൾ, ചൂഷിത വർഗം, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾ, അവരാകെ നേരിടുന്ന പ്രശ്നങ്ങളും വെല്ലുവിളികളും അവയെ ചർച്ച ചെയ്യുക മാത്രമല്ല, രാജ്യത്ത് ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ ഇടപെടലുകളെ കൂടി പരിശോധിക്കുകയും അതിനെ മറികടക്കാനും പ്രതിരോധിക്കാനുമുള്ള നയവും നിലപാടുകളും ആവിഷ്കരിക്കുകയും ചെയ്യുന്നു എന്ന പ്രാധാന്യമാണ് പാർട്ടി കോൺഗ്രസിനുള്ളത്. That is why today, what is the way forward out of this? And in that way forward, Kerala is showing the way. It is not as though our Prime Minister, before this round of assembly elections, in an orchestrated interview given to the electronic media, to the news channel, has said that the left today in India does not exist. It exists only in one corner in Kerala. But then he went on to add, this is a dangerous ideology. We will have to fight to end this ideology that is not in the interest of India. Why is it dangerous, Mr. Prime Minister? It is dangerous because it poses the alternative to everything that this government has been doing, destroying our country's unity and integrity, destroying the livelihood of our people, and actually looting our country's assets. And that is why, because Kerala shows the alternative, that it is dangerous for them. Yes, this 23rd State Conference must rise to the occasion
You have already prepared a document which you will discuss on the future vision for Kerala's development. And that you will discuss, and that is the alternative set of policies which actually challenge the BJP, the RSS and the Prime Minister today. And it is your discussions in this state conference must strengthen that approach, because it is not only for Kerala, it's not only for the CPIM, it's not only for the left, but Kerala has always, like it has done since 1957, the CPIM in Kerala must show the path for the country as a whole, for the Indian people as a whole, to face this challenge and move forward in a progressive direction. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി നടത്തിയ ഒരു അഭിമുഖത്തിൽ, ദൃശ്യമാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. ഇന്ത്യയിൽ ഒരു മൂലയിൽ മാത്രമാണ് ഇടതുപക്ഷമുള്ളത്, കേരളത്തിൽ മാത്രമാണുള്ളതെങ്കിലും ഏറെ അപകടകരമായ ഒരു പ്രത്യയശാസ്ത്രമാണ് അവർ പ്രതിനിധീകരിക്കുന്നത്. അത് ഈ രാജ്യത്തിന് അപകടം സൃഷ്ടിക്കുന്നതാണ്. അതുകൊണ്ട് അവരെ ഇല്ലാതാക്കുക എന്നുള്ളത് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം അപകടകരമാകുന്നത്? അത് BJP സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന, നടപ്പിലാക്കുന്ന രാജ്യത്തിനെതിരായിട്ടുള്ള, ഐക്യത്തിനെതിരായിട്ടുള്ള, ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയെ തകർക്കുന്ന എല്ലാ നയങ്ങൾക്കും എതിരായ ബദൽ ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നു. മനുഷ്യ ജീവിതത്തിൻ്റെ വഴികളെല്ലാം അടയ്ക്കുന്നതിനെതിരെയുള്ള നയങ്ങൾക്ക് ബദലായിട്ടുള്ള രീതികൾ ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നു. ഈ രാജ്യത്തിൻ്റെ ആസ്തികൾ കൊള്ളയടിക്കുന്നതിനെതിരായിട്ടുള്ള ബദൽ ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നു. ആ ബദൽ നയത്തിൻ്റെ പ്രയോഗത്തിൻ്റെ വേദിയായി കേരളം മാറുന്നു. അതുകൊണ്ടാണ് കേരളം ഇടതുപക്ഷവും അപകടകരമായി പ്രധാനമന്ത്രിക്കും BJPക്കും തോന്നുന്നത്. ഈ ബദൽ ശക്തിപ്പെടുത്തുക എന്നതാണ് ഇമ്മൻ്റെ ഉത്തരവാദിത്തം എന്നുള്ളത്. ഈ സംസ്ഥാന സമ്മേളനം പ്രത്യേകമായി ഭാവി കേരളത്തിൻ്റെ കാഴ്ചപ്പാടും വികസന സമീപനവും ചർച്ച ചെയ്യുന്നു എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അത് ശരിയായ രൂപത്തിൽ ബദൽ ശക്തിപ്പെടുത്തുന്നതിന് സഹായകരമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. BJPയും RSSും പ്രധാനമന്ത്രിയെ മുന്നോട്ട് വയ്ക്കുന്ന ഈ രാജ്യത്തിനെതിരായിട്ടുള്ള നയങ്ങളെ, വെല്ലുവിളികളെ പ്രതിരോധിക്കാൻ കഴിയുന്ന കാഴ്ചപ്പാട് കേരളത്തിനും ഇടതുപക്ഷത്തിനും മുന്നോട്ട് വയ്ക്കാൻ കഴിയണം. കേരളം എക്കാലത്തും രാജ്യത്തിന് വഴികാട്ടിയായിട്ടുണ്ട്. 1957 ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് രാജ്യത്തിന് വഴി തെളിയിച്ചതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ രാജ്യവും ജനങ്ങളും നേരിടുന്ന വെല്ലുവിളികൾ, അതിനെ അഭിമുഖീകരിക്കാൻ, മറികടക്കാൻ കഴിയുന്ന കരുത്തായ വഴി തെളിയിക്കുന്നതിന് വേണ്ടി കേരളത്തിന് കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. These 4 years since the last state conference in Kerala and the last All India Party Congress have been years where there is a further consolidation of the right-wing offensive in our country. The BJP is advancing the fascistic RSS's Hindutva agenda relentlessly. At the same time, it is aggressively pursuing neoliberal policies accompanied by the loot of national assets. A corporate communal nexus has been developed in the country, which is leading to the worst form of crony capitalism. And this loot of national assets and destruction of our economy is accompanied by growing authoritarian onslaughts, and this authoritarianism, through the attacks on the civil liberties and democratic rights of the people, has been growing unabated during the last 4 years. പാർട്ടി കോൺഗ്രസിനും പാർട്ടി സംസ്ഥാന സമ്മേളനത്തിനും ശേഷമുള്ള 4 വർഷത്തെ കാലയളവ് എന്നുള്ളത് വലതുപക്ഷ ആക്രമണോത്സുക രാഷ്ട്രീയത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ കാലയളവായിരുന്നു എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. BJP ഫാസിസ്റ്റിക് RSSനാൽ നയിക്കപ്പെടുന്ന BJP ഈ രാജ്യത്തെ പ്രത്യേകമായ ഒരു അവസ്ഥയിലേക്കാണ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ഒരു വശത്ത് ഉദാരവൽക്കരണ നയങ്ങൾ ശക്തിപ്പെടുന്നു, മറുവശത്ത് ദേശീയ സ്വത്തിൻ്റെ കൊള്ളയടിക്കലിന് നേതൃത്വം നൽകുന്നു. ദല്ലാൾ മുതലാളിത്തത്തോടുകൂടി കോർപ്പറേറ്റ് സംവിധാനവുമായിട്ടുള്ള പ്രത്യേകമായ ബന്ധം ഈ സംവിധാനം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അമിതാധികാര പ്രവണതകൾ എല്ലാ തലങ്ങളിലേക്കും വ്യാപിക്കുന്നു. പൗരാവകാശങ്ങൾ കവർന്നെടുക്കുന്നു, ജനാധിപത്യ അവകാശങ്ങൾ കവർന്നെടുക്കുന്നു. ഇതാണ് ഈ 4 വർഷത്തെ തീവ്രമായ വലതുപക്ഷ രാഷ്ട്രീയ ആധിപത്യത്തിൻ്റെ അനുഭവം എന്നത്. And since 2019, when this government returned to office, there has been a systematic effort to actually undermine and assault the fundamental foundations of the Indian Constitution. Soon after
it came back to resume office, the state of J&K was dissolved, Article 370 and 35A of the Indian Constitution abrogated, and immediately after that followed the enactment of the Citizenship Amendment Act, which was basically a violation of the Indian Constitution of linking citizenship with religion. And then on continuing with this attack on the fundamental principles, it has also embarked on undermining the independent institutions under the Constitution, which serve as checks and balances to ensure that the constitutional rule prevails in our country, starting from the Parliament itself, through the judiciary. For more than nearly 3 years now, the challenges to the constitutional validity of Article 370's abrogation, to the CAA, they remain unheard. The challenges to legalization of political corruption through the electoral bonds, that remains unheard. So this manner in which the institutions and then the Election Commission, even in these assembly elections, every day you see a violation of the model code of conduct, but the Election Commission does not act. And very partisan manner in which it is conducting itself. And then the agencies like the Enforcement Department and the CBI, they are acting as the political agents or the political arms of the government and its political agenda. That's why what you see today, since after 2019, is a systematic assault on the Indian Constitution, the undermining of all its independent institutions. And this is needed for the BJP to ensure the advancement of the fascistic RSS Hindutva agenda, and that to replace the secular democratic Republic of India as defined by our constitution with their version of a fascistic Hindutva Rashtra. That is the process in which the country is moving. 2019 ഈ സർക്കാർ, കേന്ദ്ര സർക്കാർ വീണ്ടും അധികാരത്തിലേക്ക് തിരിച്ചു വന്നത്. അന്നു മുതൽ സംഘടിതമായ ശ്രമം വഴി നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ശിലകളെ അട്ടിമറിക്കുന്നതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ജമ്മുകാശ്മീർ സംസ്ഥാനം ഇല്ലാതാക്കിയത്, ആർട്ടിക്കിൾ 370 റദ്ദു ചെയ്തത്, പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നത് എല്ലാം ഇതിൻ്റെ ഭാഗമാണ്. പൗരത്വ ഭേദഗതി നിയമം വഴി മതവും പൗരത്വവും തമ്മിൽ ബന്ധപ്പെടുത്തി. അത് ഭരണഘടന അടിസ്ഥാന കാഴ്ചപ്പാടിൽ നിന്നുള്ള പൂർണ്ണമായ വ്യതിയാനമാണ്. അതോടൊപ്പം തന്നെ ഭരണഘടന അനുശാസിക്കുന്ന സ്വതന്ത്രമായ സ്ഥാപനങ്ങൾ, അവയ്ക്ക് ഓരോന്നിനും പ്രത്യേകമായിട്ടുള്ള ഇടം നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. ആ സ്വതന്ത്ര സ്ഥാപനങ്ങളെ അട്ടിമറിക്കുന്നതിനും ഈ ഭരണം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പാർലമെന്റ്, ജുഡീഷ്യറി ഇവയെല്ലാം തന്നെ അതിൻ്റെ സ്വതന്ത്രമായ സ്വഭാവത്തെ മാറ്റുന്നതിനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഈ കഴിഞ്ഞ 3 വർഷമായി ഇവിടെ ഉന്നത നീതിപീഠത്തിന് മുൻപിൽ ആർട്ടിക്കിൾ 370 റദ്ദു ചെയ്യുന്നതിനെതിരെയും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുമുള്ള കേസുകൾ നിൽക്കുകയാണ്. അവ കേൾക്കാൻ തയ്യാറായിട്ടില്ല എന്നത് കാണേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായ അഴിമതിയുടെ നിയമവൽക്കരണത്തിന്റെ വേദിയായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾക്കെതിരെയുള്ള കേസും സുപ്രീം കോടതി ഇതുവരെയും കേട്ടിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറ്റൊരു സ്വതന്ത്ര സംവിധാനമാണ്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും രാഷ്ട്രീയമായ താല്പര്യങ്ങൾക്ക് വേണ്ടി സർക്കാർ ഉപയോഗിക്കുകയാണ്. ഈ ഒടുവിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും നിരന്തരമായി ഭരണകക്ഷി പെരുമാറ്റച്ചട്ടങ്ങൾ ലംഘിക്കുന്നു. അങ്ങനെ പെരുമാറ്റച്ചട്ടങ്ങൾ ലംഘിക്കുമ്പോൾ അതിനെതിരെ നിലപാട് സ്വീകരിക്കാൻ കമ്മീഷൻ തയ്യാറാകുമില്ല. ഒരു പാർട്ടിസാൻ പ്രവർത്തന രീതിയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറിയിരിക്കുന്നു. രാജ്യത്തിന്റെ അന്വേഷണ ഏജൻസികൾ സ്വതന്ത്രമായി പ്രവർത്തിക്കുമെന്ന് കരുതിയിരുന്നവ, CBIയും അതുപോലെ തന്നെ EDയും ഉൾപ്പെടെയുള്ളവ ഗവൺമെന്റിന്റെയും BJPയുടെയും രാഷ്ട്രീയ ആയുധങ്ങളും ഉപകരണങ്ങളുമായി മാറുകയും അവരുടെ രാഷ്ട്രീയ അജണ്ടയുടെ പ്രയോഗത്തിന് നേതൃത്വം നൽകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. 2019 അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ഗവൺമെന്റ് ഭരണഘടനയുടെ സ്വതന്ത്രമായിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളെയും അട്ടിമറിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ കാഴ്ചപ്പാടുമുള്ളത് ഒരു മതനിരപേക്ഷ ജനാധിപത്യ പരമാധികാര റിപ്പബ്ലിക് എന്നുള്ളതിനെ അട്ടിമറിച്ചുകൊണ്ട് ഫാസിസ്റ്റിക് RSS നയിക്കുന്ന ഒരു ഹിന്ദു രാഷ്ട്രയുടെ നിർമ്മിതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ സർക്കാർ നേതൃത്വം നൽകുന്നു. These 4 years have also seen a big growth in people's resistance. We've had spontaneous people's movement, popular struggles that emerged. You had organized struggles that took place.
And in this spontaneous and organized struggles, the anti-CAA, NPR, NRC, that struggle all across the country, the way it has spread, and it was actually an inspiring thing to see the youngsters, our youth, born post 2000, on one hand holding the national flag, in the other hand holding the constitutional preamble, and saying that we will defend our constitution, we will defend our republic. Now these sort of popular struggles have grown, and this would have even grown further but for the outbreak of the pandemic. But that's a different matter. But then you've had during these 4 years, every year, the working class, along with all the sections of the working people, going on all India strikes against this entire loot of our national assets, reckless privatization, the attacks on the rights of the working class, the abrogation of the labor laws and the new labor codes that have come. On all these issues, these struggles have been going on, and they're continuing even today in many of the public sector units that are being privatized. The banks, the insurance sector, the railways, everywhere resistance is brewing, is growing. Now, but the highlight of this period has also been the historic farmer struggle. A struggle that lasted for more than 1 year, which finally made the obstinate Prime Minister Modi to retract and withdraw and repeal these agri laws. But he is not CPIഎമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിന് കൊച്ചി മറൈൻ ഡ്രൈവിൽ തുടക്കമായിരിക്കുന്നു. പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഇപ്പോൾ സംസാരിക്കുകയാണ്. ബ്രേക്കിംഗ് അവേഴ്സ് പൂർത്തിയാകുന്നു.